നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴിയൊരുങ്ങുന്നു. ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് ഉറപ്പു നൽകി. കന്യാസ്ത്രീകൾ കോടതിയിൽ നാളെ ജാമ്യാപേക്ഷ നൽകിയേക്കും. കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജാമ്യത്തിന് കേന്ദ്രവും ഛത്തീസ്ഗഡ് സർക്കാരും നടപടി സ്വീകരിക്കുമെന്ന് എംപിമാരോട് അമിത്ഷാ. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ പറഞ്ഞു, നൺസ് ആർ ഇന്നസെന്റ്. അവർ നിരപരാധികളാണ്. ആ നിരപരാധികളായവരെ പീഡിപ്പിക്കുന്നു, അവരെ ഹരാസ് ചെയ്യാൻ പാടില്ല. അവർക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അത് സംബന്ധിച്ച് അദ്ദേഹം ഇടപെടാമെന്ന് പറയുകയും കന്യാസ്ത്രീകൾക്ക് എത്രയും പെട്ടെന്ന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള അവസരമൊരുക്കാമെന്ന് ഞങ്ങളോട് സമ്മതിച്ചു. UDF, LDF എംപിമാർ വെവ്വേറെയാണ് അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയത്. അറസ്റ്റിനെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ് ആവർത്തിച്ച് ന്യായീകരിക്കുന്നതിനിടെയാണ് അമിത്ഷായുടെ ഉറപ്പ്. കന്യാസ്ത്രീകൾ ജാമ്യാപേക്ഷമായി നാളെ കോടതിയെ സമീപിച്ചേക്കും. CBCIയുടെ വിമൻ കൗൺസിൽ സെക്രട്ടറി ആശാ പോളിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ദുർഗിലെ ജയിലിലെത്തി കന്യാസ്ത്രീകളെ കണ്ടിരുന്നു. കഴിഞ്ഞ 7 ദിവസമായി സിസ്റ്റർ പ്രീതി മേരിയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുകയാണ്. ഛത്തീസ്ഗഡിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. മലയാളി കന്യാസ്ത്രീകൾക്ക് അനുകൂല വെളിപ്പെടുത്തലുമായി യുവതി. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചത് ബജ്രംഗദൾ നേതാവാണ്. കന്യാസ്ത്രീകളുടെ കൂടെയെത്തിയ യുവതിയുടേതാണ് നിർണായക വെളിപ്പെടുത്തൽ. കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു. ബജ്രംഗദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചുവെന്നും യുവതി പറയുന്നു. കമലേശ്വരി പ്രധാന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. चाहते हैं कि सर नंद और भैया को रिहा करें, उन लोग को इंसाफ मिले सर। आप लोग क्यों जा रही थी यहाँ से? यहाँ से हम लोग काम के सिलसिले में से जा रहे थे सर। तो आपको क्या लालच दे के लेके जा रहे थे? नहीं सर, अपनी मर्जी से जा रहे थे, अपनी मम्मी पापा का परमिशन दे के जा रहे थे। तो वहाँ पे बजरंग दल के कुछ युवक थे, महिलाएं थी, आपके साथ किस प्रकार का व्यवहार किया उन्होंने? हम लोग को सर मारे और बोलने लगे कि अगर हम लोग जैसे बोल रहे हैं वैसे नहीं बोलोगे तो हम लोग आपके भैया को, आपके दीदी को, मतलब आपके सिस्टर दीदी को हम लोग जेल में डाल देंगे सर. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ കത്തോലിക്ക സഭ പരസ്യ പ്രതിഷേധത്തിന് ഇറങ്ങിയതോടെ അനുനയ ശ്രമവുമായി BJP നേതൃത്വം. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സിറോ മലബാർ സഭ ആസ്ഥാനം സന്ദർശിച്ചു. അറസ്റ്റിനെതിരെ ഇന്നും വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ക്രൈസ്തവ സഭയുമായുള്ള സൗഹൃദ നയതന്ത്രം പാളുമോ എന്ന ആശങ്കയിലാണ് BJP നേതൃത്വത്തിന്റെ അനുനയ നീക്കം. ഇനി 1-2 ദിവസത്തിൽ ഇത് ബെയിൽ ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ അതിന് ഒപ്പോസ് ചെയ്യില്ല, അതിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പ് ഇന്നലെ പ്രധാനമന്ത്രിയും ഹോം മിനിസ്റ്ററും തന്നിട്ടുണ്ട്. കോൺഗ്രസും ഇടതുപക്ഷവും കുളം കലക്കാൻ ശ്രമിക്കുന്നു എന്നാണ് BJPയുടെ വിമർശനം. എന്നാൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് കഴിഞ്ഞില്ല. ന്യൂ ജനറേഷൻ ചർച്ചസ് പറയുന്നുണ്ട്, അവർ കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് ജനങ്ങള് കേരളത്തിലെ ക്രിസ്ത്യാനികൾ അത് തീരുമാനിക്കട്ടെ. കേരളത്തിലെ 90% വരുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ പറയട്ടെന്ന്, ഞാനല്ല പറയേണ്ടത്. ഇതിനിടെ BJP സംസ്ഥാന ഘടകത്തിന്റെ നിലപാടിനെതിരെ വിശ്വഹിന്ദു പരിഷത്ത് കേരള ഘടകം രംഗത്തെത്തി. കന്യാസ്ത്രീകൾ മനുഷ്യക്കടത്ത് നടത്തി എന്നാണ് VHPയുടെ വാർത്താക്കുറിപ്പ്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് ക്രൈസ്തവ സഭ. അറസ്റ്റിലായ കന്യാസ്ത്രീകൾ അംഗമായ അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്യുലേറ്റ് സന്യാസിനി സഭാംഗങ്ങൾ ചേർത്തലയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നേതൃത്വത്തിലും പ്രതിഷേധം സംഘടിപ്പിച്ചു. കന്യാസ്ത്രീകൾക്കെതിരായ നടപടിക്ക് പിന്നിൽ പ്രത്യേക അജണ്ടയെന്ന് ഫരീദാബാദ് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് ഭരണിക്കുളങ്ങര ആരോപിച്ചു. അറസ്റ്റിനെതിരെ ഓർത്തഡോക്സ് സഭാസ്ഥാനമായ കോട്ടയം ദേവലോകത്തും പ്രതിഷേധം സംഘടിപ്പിച്ചു. 24 കൊച്ചി. കണ്ണൂരിൽ TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് എസ്കോട്ട് പോയ 3 പോലീസുകാർക്ക് സസ്പെൻഷൻ. ജയിലിൽ നിന്ന് കോടതിയിലേക്ക് പോകുന്നതിനിടെ മദ്യം വാങ്ങി നൽകിയെന്നാണ് കണ്ടെത്തൽ. സിറ്റി പോലീസ് കമ്മീഷണറാണ് 3 പേരെയും സസ്പെൻഡ് ചെയ്തത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, കഴിഞ്ഞ മാസം നടന്ന സംഭവമാണ് ഇത്. ഈ നടപടി നേരിടുന്ന ഈ പോലീസുകാർ അവർ എവിടുത്തെ ഉദ്യോഗസ്ഥരാണ്? എന്താണ് വിവരങ്ങൾ?
ജില്ലാ പോലീസ് ക്വാർട്ടേഴ്സിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഷൻ നടപടി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ഈ പരാതിക്കാസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത്. മാഹി ഇരട്ട കൊലപാതക കേസിലെ പ്രതികളാണ് TP കേസിലെ പ്രതികളായിട്ടുള്ള കൊടിസുനിയും അതോടൊപ്പം തന്നെ ഷാഫിയും. കേസിന്റെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിചാരണക്കായാണ് കഴിഞ്ഞ മാസം ഇവരെ തലശ്ശേരി കോടതിയിൽ എത്തിച്ചത്. ആ ഘട്ടത്തിൽ ഈ ഭക്ഷണം കഴിക്കാനായി ഹോട്ടലിൽ കയറിയപ്പോൾ മറ്റൊരാൾ ഈ കൊടിസുനിക്കും ഷാഫിക്കുമായി കൊണ്ടുവന്ന മദ്യം അവരിൽ നിന്ന് വാങ്ങി ഇവർക്ക് കൈമാറി എന്നതാണ് ഇപ്പോൾ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. മറ്റ് ചില പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് കമ്മീഷണർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത്. പിന്നീട് ഈ ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു. അങ്ങനെയാണ് വകുപ്പ് തല നടപടിയിലേക്ക് പോയത്. 3 ഉദ്യോഗസ്ഥരെ അന്വേഷണ വിധേയമായി കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്ന ഡോക്ടർ ഹാരിസ് ഹസന്റെ ആരോപണങ്ങൾ തള്ളി ആരോഗ്യവകുപ്പിന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുമായി രേഖപ്പെടുത്തിയിട്ടുള്ളവ വ്യാജമെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു. ഡോക്ടർ ഹാരിസിന്റെ നടപടികൾ സർവീസ് ചട്ട ലംഘനമെന്നായിരുന്നു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഇതുപ്രകാരമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറുടെ കാരണം കാണിക്കൽ നോട്ടീസ്. 7 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകണം. സർവീസ് ചട്ടത്തിൽ ഉൾപ്പെടുന്ന വകുപ്പുകൾ ഡോക്ടർ ലംഘിച്ചു എന്നാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും പരസ്യ പ്രസ്താവന നടത്തിയതും തെറ്റ്. ഹാരിസ് ഹസൻ ഉന്നയിച്ച പരാതികളെല്ലാം വസ്തുതയല്ല. ഡോക്ടർ ഹാരിസ് പ്രോബ് ഇല്ല എന്ന് പറഞ്ഞ് ശസ്ത്രക്രിയ മുടക്കി. എന്നാൽ പ്രോബ് ഡിപ്പാർട്ട്മെന്റിലുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ ഇതേ പ്രോബ് ഉപയോഗിച്ച് ശസ്ത്രക്രിയകൾ നടത്തുകയും ചെയ്തു. പരാമർശങ്ങൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയെന്നും നോട്ടീസിലുണ്ട്. റിപ്പോർട്ടിലെ ഈ കണ്ടെത്തലുകൾ ഡോക്ടർ ഹാരിസ് തള്ളി. പ്രോബ് ഇല്ല എന്ന കാര്യം കൃത്യമായി അറിയിച്ചിട്ടുണ്ടെന്നും ശസ്ത്രക്രിയ മുടക്കി എന്ന ആരോപണം തന്നെ അവഹേളിക്കുന്നതാണെന്നും ഹാരിസ് ഹസൻ പറഞ്ഞു. അവിടെ ഉപകരണം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാധനം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് അടുത്ത ദിവസം ഓടി നടന്നവരെ ഇവിടുന്ന് അതിൻ്റെ 2 പ്രോബുകൾ ഇവിടുന്ന് സംഘടിപ്പിച്ച് തന്നതും പിന്നെ ഇവിടുന്ന് അത്യാവശ്യമായിട്ട് കളക്ടറേറ്റിൽ നിന്ന് ഇത് മൂവ് ചെയ്ത് അവർ ഹൈദരാബാദിൽ നിന്നൊക്കെ കൊണ്ടു തന്നതും ഒക്കെ അവർക്ക് ഉപകരണം ഇല്ല എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ്. എത്ര പ്രാവശ്യം അവർ അറിയിച്ചതാണ്. അവിടെ റിപ്പോർട്ട് കൊടുത്തത് ഒന്നുകിൽ വ്യാജം, അതല്ലെങ്കിൽ അത് അനലൈസ് ചെയ്തിരിക്കുന്നത് വ്യാജം, അല്ലെങ്കിൽ ഇതിനകത്ത് മെമ്മോയി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വ്യാജമാണ്. എന്തോ ഒരു തെറ്റാണ്. കാരണം കാണിക്കൽ നോട്ടീസിന് ഹാരിസ് ഹസൻ മറുപടി നൽകും. ഡോക്ടർക്കെതിരെ കടുത്ത നടപടിയുണ്ടായാൽ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് KGMCTA വ്യക്തമാക്കി കഴിഞ്ഞു. 24 തിരുവനന്തപുരം. ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ. കർണാടക ധർമ്മസ്ഥലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ അസ്ഥികൾ കണ്ടെത്തി. 6ാം സ്പോട്ടിൽ നിന്നാണ് പുരുഷന്റെ 15 അസ്ഥികൾ കണ്ടെത്തിയത്. ഓരോ അസ്ഥിയും പ്രത്യേകമായി സൂക്ഷിക്കും. മഴയെ തുടർന്ന് ഓരോ സ്പോട്ടും ഷീറ്റിട്ട് മറച്ചിട്ടുണ്ട്. 3ാം നാൾ സ്പോട്ട് നമ്പർ 6. ആദ്യ 2 ദിവസം നടത്തിയ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ലെങ്കിൽ 3ാം ദിവസം ആ സ്പോട്ടിൽ നിന്നും ഒരു മനുഷ്യന്റെ അസ്ഥി തെളിഞ്ഞു വന്നു. രാവിലെ 11:30 തുടങ്ങിയ പരിശോധന 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 6ാം സ്പോട്ടിൽ നിന്ന് അസ്ഥികൾ തെളിഞ്ഞു വന്നു. മനുഷ്യന്റേതെന്ന് വ്യക്തം. പിന്നീട് പുരുഷന്റെ അസ്ഥിയാണെന്നും സ്ഥിരീകരണം. 15 അസ്ഥികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. പലതും പൊട്ടിയിട്ടുണ്ട്. തലയൊട്ടിയുടെ ഭാഗം കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. ഫോറൻസിക് സംഘം അസ്ഥികൾ ശേഖരിച്ച ബയോസേഫ് ബാഗുകളിലാക്കി പരിശോധനയ്ക്ക് കൊണ്ടുപോയി. പുത്തൂർ റവന്യൂ അസിസ്റ്റന്റ് സ്റ്റെല്ല വർഗീസിന്റെ സാന്നിധ്യത്തിൽ മഹസർ തയ്യാറാക്കി. നാളെയും 6ാം സ്പോട്ടിൽ പരിശോധനയുണ്ടാകുമെന്നാണ് സൂചന. 7 മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുള്ളതായാണ് ശുചീകരണ തൊഴിലാളിയുടെ മൊഴി. ധർമ്മസ്ഥലയിലെ മണ്ണുമാറ്റിയുള്ള പരിശോധനയിൽ ഏറ്റവും നിർണായക ദിനമാണ് ഇന്ന് കടന്നുപോയിരിക്കുന്നത്. ശുചീകരണ തൊഴിലാളി കാട്ടിക്കൊടുത്ത ഇടത്തുനിന്നും അസ്ഥികൾ തോണ്ടിയെടുത്തിരിക്കുന്നു. നാളെയും സമാന രീതിയിലായിരിക്കും പരിശോധന. ഇനി എന്തൊക്കെ സത്യങ്ങൾ മറനീക്കി പുറത്തു വരുമെന്ന് കാത്തിരുന്നു കാണാം. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല.
വെൽക്കം ബാക്ക് 24 റൗണ്ട് അപ്പ് തുടരുന്നു. സ്കൂളുകളിൽ മധ്യവേനൽ അവധി ഇനി മഴക്കാല അവധിയാക്കണമോ എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഏപ്രിൽ മെയ് മാസത്തെ അവധികൾക്ക് പകരം മൺസൂൺ കാലമായ ജൂൺ ജൂലൈ മാസത്തിൽ അവധി നൽകിയാലോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. തന്റേത് അഭിപ്രായം മാത്രമാണെന്നും ചർച്ചകൾക്ക് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ അവധിക്കാലം നിലവിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ശേഷം ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്നാലും കനത്ത മഴയെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് തുടർച്ചയായി അവധി നൽകേണ്ട സാഹചര്യമാണ് നിലവിൽ. ഇതിന് പരിഹാരമായാണ് അവധിക്കാലം ജൂൺ ജൂലൈ മാസത്തേക്ക് മാറ്റിയാലോ എന്ന് ചിന്തിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ചിന്ത പൊതുജന അഭിപ്രായത്തിനായി മുന്നോട്ട് വെച്ചു. തന്റെ അഭിപ്രായം മാത്രമാണിതെന്നും വിവാദമാക്കരുതെന്നും മന്ത്രി വി ശിവൻകുട്ടി. ഇതൊരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഇനി നാളെ മുതൽ ഈ TV-യിൽ ഇങ്ങനെ ജൂൺ ജൂലൈ മാസത്തെ അവധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത അടിച്ചു വന്ന് പിന്നെ ഇന്ന് മുതൽ ഇനി സമരം ആരംഭിക്കുന്ന നാളെ മുതൽ ഇനി മുദ്രാവാക്യം വിളിക്കണം മെമ്പറിനെ എനിക്ക് ഇല്ല ഒന്ന് ചോദിച്ചതിന്റെ പേരിൽ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം പരിഷ്കാരമെന്ന് ഇടത് അധ്യാപക സംഘടനയായ KSTA. ഒരു അധ്യാപക സംഘടനയോ നമ്മൾ വ്യക്തിപരമായോ പറയേണ്ട ഒരു വിഷയമല്ല. കാലങ്ങളായി കുട്ടികൾക്ക് ഈ അവധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ശാസ്ത്രീയമായ വിദഗ്ധന്മാരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലുമൊക്കെ ഭേദഗതി വരണമെങ്കിൽ അത്തരത്തിലുള്ള ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആകണം. അങ്ങനെ അത് ചെയ്യാനും കഴിയുള്ളൂ എന്നതാണ് KSTA അഭിപ്രായം. കുട്ടികളുടെ ആരോഗ്യം, പഠനം എന്നിവയെ എങ്ങനെ ബാധിക്കുമെന്ന് നിർദ്ദേശിക്കാം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്താമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. 24 തിരുവനന്തപുരം. രാജ്യത്തെ ഞെട്ടിച്ച മഹാരാഷ്ട്രയിലെ മലേഗാവ് സ്ഫോടന കേസിൽ 7 പ്രതികളെയും വെറുതെ വിട്ട് പ്രത്യേക NIA കോടതി. BJP നേതാവും മുൻ MP-മായ പ്രഗ്യാ സിംഗ് ഠാക്കൂർ, ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് ഉൾപ്പെടെയുള്ളവരെയാണ് കുറ്റവിമുക്തരാക്കിയത്. പ്രതികൾക്കെതിരെ തെളിവ് ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിനായില്ലെന്ന് മുംബൈ പ്രത്യേക NIA കോടതി നിരീക്ഷിച്ചു. 2008 സെപ്റ്റംബർ 29-ന് നാസിക്കിനടുത്ത മലേഗാവിലുണ്ടായ സ്ഫോടനത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 100-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കേസിലാണ് നിർണായക വിധി. പൊട്ടിത്തെറിച്ചത് ഒരു LML ഫ്രീഡം മോട്ടോർ സൈക്കിളിൽ സ്ഥാപിച്ച ബോംബ് എന്നതായിരുന്നു കണ്ടെത്തൽ. ബൈക്കിന്റെ ഉടമയെന്ന പേരിലാണ് പ്രഗ്യാ സിംഗ് ഠാക്കൂർ ആദ്യ പ്രതിയാവുന്നത്. ബോംബ് എത്തിച്ചു നൽകിയതിന് സൈന്യത്തിലെ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിനെയും അറസ്റ്റ് ചെയ്തു. കേസിലാകെ 7 പ്രതികൾ. ആദ്യം മഹാരാഷ്ട്ര ATSഉം പിന്നാലെ NIAയും അന്വേഷിച്ച കേസിൽ ഒടുവിൽ വിധി വന്നപ്പോൾ എല്ലാ ആരോപണവും ആവിയായി. ബോംബ് പൊട്ടിയത് ബൈക്കിലാണെന്നത് പോലും ശാസ്ത്രീയമായി തെളിയിക്കാനായില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. RDX എത്തിച്ചതിനോ ബോംബ് നിർമ്മിച്ചതിനോ ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത്തിനെതിരെ തെളിവില്ല. ആരാണ് ബൈക്ക് എത്തിച്ചതെന്നോ ബൈക്കിന്റെ ഉടമസ്ഥ പ്രഗ്യാ സിംഗ് ആണോ എന്ന് പോലും സംശയാതീതമായി തെളിയിക്കാനായില്ല. ബൈക്കിന്റെ ചേസി നമ്പർ മായ്ച്ചു കളഞ്ഞിരുന്നു. എഞ്ചിൻ നമ്പറും വ്യക്തമല്ല. പ്രഗ്യാ സിംഗ് ഠാക്കൂർ 2 വർഷം മുമ്പ് സന്യാസ ജീവിതം സ്വീകരിച്ചതും കോടതി ചൂണ്ടിക്കാട്ടി. ചുരുക്കത്തിൽ കേസിൽ പ്രാഥമികമായുള്ള വിവരങ്ങൾ പോലും സ്ഥിരീകരിക്കുന്നതിനുള്ള തെളിവുകളില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതോടെയാണ് എല്ലാവരെയും വെറുതെ വിട്ടത്. തീവ്രവാദത്തിന് മതമില്ലെന്നും പൊതുബോധവും ധാർമ്മികതയും മാത്രം നോക്കി ശിക്ഷിക്കാനാവില്ലെന്ന് കോടതി വിധി പ്രസ്താവത്തിനിടെ പറഞ്ഞു. കോടതി വിധി കേട്ട് കണ്ണീരണിഞ്ഞ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഇത് ഹിന്ദുത്വത്തിന്റെ വിജയം എന്ന് പ്രതികരിച്ചു. വിധിയെ BJP നേതാക്കൾ കൂട്ടത്തോടെ സ്വാഗതം ചെയ്തു. കാവി ഭീകരത എന്ന പ്രചാരണം കോൺഗ്രസ് ഉയർത്തിയ വെറുമൊരു നുണയാണെന്ന് കോടതിയും കണ്ടെത്തിയെന്ന് BJP നേതാക്കൾ പ്രതികരിച്ചു. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും കോടതി ഇന്ന് സഹായധനം നൽകാൻ ഉത്തരവിട്ടു. കേസിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബം അപ്പീൽ നൽകും. ഹിന്ദു മുസ്ലിം ഭിന്നതയുണ്ടാക്കാനായി നടത്തിയ സ്ഫോടനം എന്നതായിരുന്നു അന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തൽ. ഇന്ത്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഹിന്ദുത്വ ഭീകരവാദം എന്നൊരു വാക്ക് ഉയർന്നു വരുന്നത് പോലും മലേഗാവ് സ്ഫോടനത്തിന് ശേഷമാണ്. കേസ് കോടതിയിൽ അപ്പാടെ പരാജയപ്പെട്ടു പോകുമ്പോൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദികൾ പിന്നെ ആരാണ്? മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24 സ്റ്റഡി അബ്രോഡ് വിദേശ വിദ്യാഭ്യാസ എക്സ്പോ കൊച്ചിയിൽ സംഘടിപ്പിച്ചു. കൊച്ചി റാഡിസൺ ബ്ലൂ ഹോട്ടലിലായിരുന്നു എക്സ്പോ. വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നുള്ള വിദഗ്ധർ എക്സ്പോയുടെ ഭാഗമായി. ിലധികം സർവകലാശാലകളിലെ 1,00,000-ലധികം കോഴ്സുകളാണ് 24 സ്റ്റഡി അബ്രോഡ് എക്സ്പോയിൽ പരിചയപ്പെടുത്തിയത്. വിവിധ രാജ്യങ്ങളിലെ സർവകലാശാലാ വിവരങ്ങൾ, കോഴ്സ് വിവരങ്ങൾ എന്നിവ എക്സ്പോയിലൂടെ വിദ്യാർത്ഥികൾക്ക് അറിയാൻ കഴിഞ്ഞു. വിദേശ വിദ്യാഭ്യാസം സംബന്ധിച്ച് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും സംശയങ്ങൾ പരിഹരിക്കാൻ വിദഗ്ധരുടെ സേവനവും ഒരുക്കിയിരുന്നു. 24 സ്റ്റഡി അബ്രോഡിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ വിദേശ രാജ്യങ്ങളിലുള്ള സർവകലാശാലകളിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസോട് കൂടിയ യൂണിവേഴ്സിറ്റികളുണ്ട്.
രണ്ടാമതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുഴുവൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഒന്ന് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള കോൺട്രിബ്യൂഷൻ എല്ലാം പരിശോധിച്ചിട്ടാണ് യൂണിവേഴ്സിറ്റികളിലേക്ക് പോവുക. ഏത് സമയത്തും കുട്ടികൾക്ക് ആവശ്യമായ എന്ത് സംശയങ്ങളും തീർത്തു തരാനായിട്ടുള്ള കഴിവുള്ള ഈ ഫീൽഡിൽ വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ടീമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് ഈ 24 സ്റ്റഡി അബ്രോഡിൻ്റെ ഏത് കുട്ടികളുടെ സംശയവും തീർത്തു കൊടുക്കുന്നതായിരിക്കും. കൊച്ചി റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നടന്ന എക്സ്പോ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സർവകലാശാലകളിൽ നിന്നുള്ള വിദഗ്ധർ എക്സ്പോയുടെ ഭാഗമായി. Study in Russia based on the classical high quality education from Soviet Union. Study in Russia very safety. And dear students, you have all chance to know more about different culture study abroad. Dear students, we are waiting you. Please join us. വിവിധ രാജ്യങ്ങളിലെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ വിദഗ്ധരുടെ സേവനവും എക്സ്പോയിൽ ഒരുക്കിയിരുന്നു. 24 കൊച്ചി. 24 പൂർത്തിയാവുന്നു.